ഇന്ന് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ലോകമെമ്പാടും ആചരിച്ചു വരുന്നു. WHO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപന ദിനത്തെയാണ് നാം ലോകാരോഗ്യ ദിനമായി ആഘോഷിക്കുന്നത്. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത്. 1948 നടന്ന ആദ്യത്തെ വേൾഡ് ഹെൽത്ത് അസംബ്ലി ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു. ആദ്യത്തെ ലോകാരോഗ്യ ദിനാചരണം 1950 ഈ ദിനാചരണത്തിൻ്റെ പൊതുവായ ഉദ്ദേശം അന്തർദേശീയമായ ആരോഗ്യ പ്രശ്നങ്ങളെ ജനങ്ങളുടെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ്. ഇതോടൊപ്പം ഓരോ വർഷവും വളരെ സവിശേഷ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ആരോഗ്യ പ്രവർത്തനങ്ങളും പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന പ്രത്യേക ആരോഗ്യ പ്രശ്നത്തെ ലോകാരോഗ്യ സംഘടന ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതിനാവശ്യമായ നയരൂപീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് അവബോധം നൽകുന്നു. ഇത്തരം സവിശേഷ ആരോഗ്യ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ പര്യാപ്തമാകും വിധം ആരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നു. പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. ഇങ്ങനെ നിരവധി അടരുകളുള്ള വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ ഓരോ വർഷവും കാലികമായ ആരോഗ്യ പ്രശ്നങ്ങളെ ഒന്നൊന്നായി നേരിടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ലോകാരോഗ്യ ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ കൊല്ലം 2025 ലോകാരോഗ്യ സംഘടന തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ളതാണ്. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ രൂപത്തിലുള്ള വിവിധ ആരോഗ്യ പ്രവർത്തനങ്ങളിലൂടെ ഓരോ രാജ്യവും അവിടെവിടെയുള്ള അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് ഈ ക്യാമ്പയിനിന് പേര് നൽകിയിരിക്കുന്നത്. ആരോഗ്യകരമായ തുടക്കങ്ങളും പ്രതീക്ഷാഭരിതമായ ഭാവിയും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഏതൊരു സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അടിത്തറ അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് എന്ന വസ്തുതയിൽ നിന്നാണ് ഈ പേര് സംജാതമായിരിക്കുന്നത്. ആരോഗ്യമുള്ള അമ്മമാരും കുഞ്ഞുങ്ങളുമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. സ്ത്രീകൾക്ക് ആരോഗ്യത്തോടെ സുസ്ഥിരമായി ജീവിക്കാനുള്ള സാഹചര്യം സമൂഹത്തിൽ സൃഷ്ടിച്ചാൽ മാത്രമേ അമ്മയും കുഞ്ഞുമടങ്ങുന്ന ആ അടിത്തറ രൂപം കൊണ്ടുവരികയുള്ളൂ. ശുദ്ധജലം, പോഷകാഹാരം, പരിസര ശുചിത്വം തുടങ്ങി ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളുടെ ലഭ്യത ഇതിനായി നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അമ്മമാരുടെയും കുട്ടികളുടെയും ജീവന് ഭീഷണിയാകുന്ന നിരവധി രോഗങ്ങളെ അതുവഴി നമുക്ക് തടയാൻ കഴിയും. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കാൻ സൗകര്യമൊരുക്കുന്നതിലൂടെ ഒഴിവാക്കാനാവുന്ന മരണങ്ങളെ പ്രതിരോധിക്കാനും നമുക്ക് കഴിയും. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അത്ര വേഗം സാധ്യമാവുന്ന ലക്ഷ്യമല്ല ഇതെന്ന് നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് 3 ലക്ഷത്തോളം സ്ത്രീകളാണ് ഓരോ വർഷവും ഗർഭധാരണവും പ്രസവവുമായും ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളാൽ മരണമടയുന്നത്. അതുപോലെ തന്നെ ഏതാണ്ട് 20 ലക്ഷത്തോളം ശിശുക്കൾ ജനിച്ച ശേഷം 1 മാസത്തിനുള്ളിൽ ലോകത്താകമാനം മരിച്ചുപോകുന്നു. മറ്റൊരു 20 ലക്ഷം കുട്ടികൾ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ മരിക്കുന്നു. ഈ കണക്കുകളൊക്കെ ചേർത്ത് വെച്ചാൽ ഓരോ 7 സെക്കൻഡിലും ഒരു മാതൃശിശു മരണം എന്ന തോതിലാണ് ലോകത്ത് അമ്മമാരും കുട്ടികളും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മരണങ്ങളിൽ ബഹുഭൂരിപക്ഷവും യഥാസമയത്തുള്ള ഇടപെടലിലൂടെ നമുക്ക് തടയാൻ കഴിയുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 24,000-ഓളം സ്ത്രീകളാണ് ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും മരണമടയുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച നിലവാരം സൂക്ഷിക്കുന്നു. ഏതാണ്ട് 100% ആശുപത്രി പ്രസവങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഗർഭകാല പരിശോധനകളും പ്രസവാനന്തര പരിചരണവും മികവുറ്റ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുവരികയും ചെയ്യുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ മാതൃശിശു മരണനിരക്ക് വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിനൊപ്പം എത്തിച്ചിരിക്കുന്നു. മാതൃമരണ നിരക്ക് ദേശീയ തലത്തിൽ 97 ആയിരിക്കുമ്പോൾ കേരളത്തിൽ അത് വെറും 19 മാത്രമാണ്. ശിശുമരണ നിരക്ക് ദേശീയ തലത്തിൽ 25.5 ആയിരിക്കുമ്പോൾ കേരളത്തിൽ അത് കേവലം 6 മാത്രമാണ്.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശിശുക്കളിൽ കാണുന്ന ജന്മവൈകല്യങ്ങൾ, ഹൃദയവൈകല്യങ്ങൾ, പ്രസവത്തോടനുബന്ധിച്ച് അമ്മമാരിലുണ്ടാകുന്ന രക്താതിമർദ്ദം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് മാതൃശിശു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നത്. സമ്പത്തോ മതമോ ജാതിയോ ഭേദമില്ലാതെ ലോകത്തെ എല്ലാ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഉയർന്ന ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണം ലഭ്യമാകണം എന്നതാണ് നമ്മുടെ പൊതുവായ ആവശ്യം. പ്രസവത്തിന് മുന്നേയും പ്രസവ സമയത്തും അതിനുശേഷവും നൽകുന്ന ശാരീരികമായ സംരക്ഷണവും പരിചരണവും വൈകാരിക പിന്തുണയും ആരോഗ്യകരമായ ഈ പരിചരണത്തിൽ ഉൾപ്പെടുന്നു. ഓരോ രാജ്യത്തെയും ആരോഗ്യ സംവിധാനം അമ്മയ്ക്കും കുഞ്ഞിനുമുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ മെച്ചപ്പെടുക എന്നതാണ് ആദ്യം വേണ്ടത്. അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും കഴിവും പ്രാപ്തിയും പെരുമാറ്റവും നിരന്തരം ഉയർത്തുക എന്നതാണ് മറ്റൊരു കാര്യം. മാതൃശിശു മരണങ്ങളെ തടയുന്നതിന് ഇവ അത്യന്താപേക്ഷിതമാണ്. ലോകത്തുണ്ടാകുന്ന മാതൃമരണങ്ങളിൽ ഏതാണ്ട് 75% പ്രധാനമായും 5 കാരണങ്ങളാലാണ് സംഭവിക്കുന്നത്. 1. പ്രസവാനന്തരമുണ്ടാകുന്ന രക്തസ്രാവം. 2. പ്രസവശേഷമുണ്ടാകുന്ന പകർച്ചവ്യാധികൾ. 3. ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്താതിമർദ്ദം. 4. പ്രസവത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ. 5. സുരക്ഷിതമല്ലാത്ത അബോർഷൻ. ആഗ്രഹിക്കുകയോ തയ്യാറെടുക്കുകയോ ചെയ്യാതെ സംഭവിക്കുന്ന ഗർഭധാരണം മാതൃശിശു ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് സ്ത്രീകളെ നയിക്കുന്ന പ്രധാന ഘടകം. രണ്ടാമത്തേത് സുരക്ഷിതമായ അബോർഷൻ സേവനങ്ങളുടെ ലഭ്യതയില്ലായ്മയാണ്. ഈ 2 കാര്യത്തെക്കുറിച്ചും ധാരണയില്ലാത്ത കൗമാരപ്രായക്കാർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അവരുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ വേണ്ടവിധം സംരക്ഷിക്കാൻ കഴിയുകയില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ പരിഹരിക്കുന്നത് മാതൃശിശു രക്ഷയെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. പ്രസവ സമയത്തുണ്ടാകുന്ന രക്തസ്രാവം പോലെയുള്ള സങ്കീർണതകളുടെ ഫലമായി മാതൃശിശു മരണങ്ങൾ സംഭവിക്കുന്നത് ഒഴിവാക്കാൻ ആശുപത്രികളിൽ പരിചയസമ്പത്തും നൈപുണ്യവുമുള്ള ആരോഗ്യ സേവന ദാതാക്കൾ ആവശ്യത്തിന് ഉണ്ടാകണം. ഈ രംഗത്ത് സംഭവിക്കുന്ന മനുഷ്യവിഭവശേഷിയുടെ അഭാവം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്നു. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ആശുപത്രികളിലെ അണുബാധ നിയന്ത്രണ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത. ശരിയായ അണുബാധ നിയന്ത്രണ സംവിധാനത്തിൻ്റെ അഭാവത്തിൽ പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന രോഗാണുക്കൾ അമ്മയിലേക്കും കുഞ്ഞിലേക്കും എത്തിച്ചേർന്ന് അവരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നു. മാതൃശിശു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മറ്റൊരു കാര്യമാണ് തുടർച്ചയായ ഗർഭകാല പരിശോധനകൾ. ഇത്തരം പരിശോധനകളിലൂടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ നേരത്തെ തിരിച്ചറിയാൻ കഴിയുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് അനീമിയ അഥവാ വിളർച്ചയ്ക്ക് കാരണമാകുന്നു. ഗർഭസമയത്തെ അനീമിയ അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ ദോഷകരമാണ്. അനീമിയ പ്രസവ സമയത്തെ രക്തസ്രാവത്തിന് കാരണമാകുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ മുരടിപ്പിനും അത് കാരണമായിത്തീരുന്നു. ഗർഭസമയത്ത് സ്ത്രീകളിലുണ്ടാകുന്ന ഉയർന്ന രക്തസമ്മർദ്ദം കാലേക്കൂട്ടി കണ്ടെത്തി നിയന്ത്രിക്കേണ്ടത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. നിയന്ത്രണ വിധേയമല്ലാത്ത രക്തസമ്മർദ്ദം പ്രസവ സമയത്ത് മാരകമായ അപസ്മാരബാധയ്ക്കും അമ്മയുടെ മരണത്തിനും വഴിയൊരുക്കാം. സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോക്കാവസ്ഥ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവ സമയത്തും അതിനുശേഷവും സ്ത്രീകൾക്ക് ശരിയായ പരിചരണം ലഭിക്കാതെ പോകുന്നതിന് ഇത് കാരണമായിത്തീരുന്നു. സ്ത്രീകളോട് ബഹുമാനമില്ലാതെ സംസാരിക്കുക, അവരെ പരിഹസിക്കുക എന്നിവ ഇത്തരം സാഹചര്യങ്ങളിൽ പതിവാണ്. വേണ്ടത്ര മരുന്നുകളില്ലാതിരിക്കുക, പരിചയസമ്പത്തുള്ള ആരോഗ്യ പ്രവർത്തകർ ഇല്ലാതിരിക്കുക, വംശീയമായ വേർതിരിവുകൾ, സാമ്പത്തികവും ലിംഗപരവുമായ ഉച്ചനീചത്വങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങളെ മാനിക്കാതിരിക്കുക, തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്ക് തന്നെ അറിവില്ലാതിരിക്കുക എന്നിവയെല്ലാം സ്ത്രീകളുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയമായ അസ്ഥിരതകളും യുദ്ധങ്ങളും അമ്മമാരായ സ്ത്രീകളുടെ ആരോഗ്യത്തെ തകരാറിലാക്കുന്ന ഘടകങ്ങളാണ്.
ഗർഭധാരണവും പ്രസവവും ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് വലിയൊരു ബാധ്യതയായി മാറുന്നു. ഗർഭധാരണം അവരുടെ മേലുള്ള സമ്മർദ്ദത്തെ ഇരട്ടിപ്പിക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തികാവസ്ഥ മാതൃശിശു ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. സാമ്പത്തികമായി താഴ്ന്ന നിലയിലുള്ള ഒരു രാജ്യത്തിൻ്റെ മാതൃമരണ നിരക്ക് 1,430,000 ആകുമ്പോൾ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യത്ത് അത് 1,00,000 വെറും 13 മാത്രമായിരിക്കും. ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് 15-നും 19-നും ഇടയിലുള്ള കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ ഗർഭധാരണം. ഇത് കൂടുതലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിലും രാജ്യങ്ങളിലുമാണ് കാണുന്നത്. 15-നും 19-നും ഇടയിലെ പെൺകുട്ടികളുടെ ഗർഭധാരണം നിരവധി സങ്കീർണതകൾക്ക് കാരണമാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇത് തടയാനുള്ള ബോധവൽക്കരണം സമൂഹത്തിന് ആവശ്യമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നൽകുന്ന പരിചരണം ഒരു വ്യക്തിയുടെ ആജീവനാന്ത ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. കുഞ്ഞ് ജനിക്കുമ്പോഴും ജനിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകുന്ന പരിചരണം ഒരു വ്യക്തി എന്ന നിലയിൽ കുഞ്ഞിൻ്റെ വളർച്ചയുടെ മുഴുവൻ സാധ്യതകളും വികസ്വരമാകാൻ സഹായിക്കുന്നു. 5 വയസ്സുവരെയുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ ജീവിതം കുഞ്ഞ് വളരുന്ന സമൂഹത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികാസത്തിൻ്റെ അളവുകോൽ കൂടിയാണ്. ആ സമൂഹത്തിൽ മികച്ച ആരോഗ്യ സംവിധാനങ്ങളില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം മുരടിച്ചു പോകാം. ജന്മവൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയാതെയാവാം. നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രോഗത്താൽ കുഞ്ഞ് മരിച്ചു പോകാം. സമൂഹത്തിലെ അസമത്വവും വംശീയമായ ഉച്ചനീചത്വങ്ങളും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ തകരാറിലാക്കാം. അത്തരം സമൂഹങ്ങളിൽ കുഞ്ഞിന് പോഷകാഹാരം ലഭ്യമാകണമെന്നില്ല, ശുദ്ധജലം കിട്ടണമെന്നില്ല, ശുചിത്വമുള്ള പരിസരം ഉണ്ടാകണമെന്നില്ല, ഇമ്മ്യൂണൈസേഷൻ വഴിയുള്ള രോഗപ്രതിരോധം സാധ്യമാകണമെന്നില്ല. ഇവയൊക്കെ കുഞ്ഞിനെ അകാല മരണത്തിലേക്ക് തള്ളിയിടുന്ന ഘടകങ്ങളാണ്. ചുരുക്കത്തിൽ ഒരു സമൂഹത്തിലെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു. അതിന് ആരോഗ്യപരവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വശങ്ങളുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം നിലനിർത്താൻ നിരവധി തലങ്ങളിലുള്ള കൂട്ടായ പരിശ്രമങ്ങൾ അതിനാൽ ആവശ്യമാണ്. അതിലേറ്റവും അടിയന്തരമായിട്ടുള്ളത് ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യതയാണ്. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സംവിധാനം ഓരോ സമൂഹത്തിലും അതിനായി ആവശ്യമുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സമൂഹത്തിന് അവബോധം നൽകുക എന്നുള്ളതാണ് ലോകാരോഗ്യ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരെയും ഈ അവസരം ഓർമ്മിപ്പിക്കുന്നു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും അതിജീവനത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ അവസരത്തിൽ നാം അന്വേഷിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തെ കൂടുതൽ മികച്ചതാക്കാൻ എന്തൊക്കെ കരുതലുകളാണ് വേണ്ടത് എന്ന് നാം ചിന്തിക്കുന്നു. കുട്ടികളെയും മാതാപിതാക്കളെയും പിന്തുണയ്ക്കാൻ കൂട്ടായി എങ്ങനെ പ്രവർത്തിക്കാം എന്ന് നമ്മൾ ആലോചിക്കുന്നു. ഗർഭധാരണത്തെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചും പ്രസവാനന്തര കാലത്തെക്കുറിച്ചും ശരിയായ ധാരണകൾ സമൂഹത്തിനും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നൽകാൻ നാം പരിശ്രമിക്കുന്നു. സാമ്പത്തികവും വംശീയവും ലിംഗപരവുമായ അസമത്വങ്ങൾക്ക് അതീതമായി സാഹോദര്യം വളർത്തിയെടുക്കാൻ നാം ശ്രമിക്കുന്നു. ഈ വർഷത്തെ ലോകാരോഗ്യ ദിനം അങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള ശുഭകരമായ പ്രതീക്ഷകൾക്ക് കാരണമാകുന്ന രീതിയിൽ പുതിയ തുടക്കങ്ങൾക്ക് ആരംഭം കുറിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ലോകാരോഗ്യ ദിന ആശംസകൾ.